ഗൈസ്, ആരും ഈ ലോകത്ത് അഗ്ലി ആയിട്ടുള്ളവരില്ല. നമ്മൾ ചെയ്യുന്ന കുറച്ച് ബാഡ് ഹാബിറ്റുകളാണ് നമ്മളുടെ ഫേസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഈ മിസ്റ്റേക്സുകളൊന്നും നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹാബിറ്റ്സ് ചെയ്തുകൊണ്ടേയിരുന്നാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് ഫേസ് ഡിസ്ട്രോയ് ആയിക്കൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ ഫേസിൽ ചെയ്യാൻ പാടില്ലാത്ത 7 മിസ്റ്റേക്സുകളാണ് പറയുന്നത്. ആൻഡ് ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിസ്റ്റേക്സുകൾ നമ്മൾ നിർത്തുമ്പോൾ തന്നെ നമ്മളുടെ ഫേസിൽ ഡിഫറൻസ് കാണാം. ആൻഡ് ഗൈസ്, അവസാനം വരെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. അവസാനം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ടൈം ആണെങ്കിലും നമ്മുടെ ചാനൽ വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആൻഡ് ലൈക്ക് കൂടെ ചെയ്തേക്കുക. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബാഡ് ഹാബിറ്റ് നമ്പർ 1, ടച്ചിങ് യുവർ ഫേസ്. ഇതാണ് എല്ലാവരിലും കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ബാഡ് ഹാബിറ്റ്. നിങ്ങൾ ചിലപ്പോൾ ഡെയിലി ഒരു 10-20 തവണയെങ്കിലും ഫേസിൽ കൈകൊണ്ട് ടച്ച് ചെയ്യുന്നുണ്ടാവും. ഫേസിൽ കൈകൊണ്ട് സ്ക്രാച്ച് ചെയ്യുക, അതുപോലെ കണ്ണ് തിരുമുക, താടിക്ക് കൈ കൊടുത്തിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈ ഡേർട്ടിയാണ്. നമ്മൾ ഫോണിൽ ടച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡോറിൽ പിടിക്കുന്നുണ്ട്, അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ കൈകൊണ്ട് തൊടുന്നതാണ്. സോ ഇതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിൽ നല്ലതുപോലെ ബാക്ടീരിയ ഉണ്ട്. ഈ കൈ കൊണ്ട് തന്നെ നമ്മളുടെ ഫേസിൽ ടച്ച് ചെയ്താൽ വരുന്ന പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിമ്പിൾസ്, ക്ലോക്ക് പോൾസ്, ഓയിലി സ്കിൻ, ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ കൂടും. സോ അതുകൊണ്ട് മാക്സിമം സ്കിന്നിൽ കൈകൊണ്ട് ടച്ച് ചെയ്തിരിക്കുക. ഇനി ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലീൻ ആക്കിയിട്ട് ടച്ച് ചെയ്യുക. സോ മാക്സിമം സ്കിന്നിൽ കൈകൊണ്ട് ടച്ച് ചെയ്യാതിരുന്നാൽ തന്നെ സ്കിന്നി ക്ലിയർ ആയി കിട്ടുന്നതാണ്. മിസ്റ്റേക്ക് നമ്പർ 2, ചൂയിങ് വൺ സൈഡ്. സോ ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ്. കാരണം ഒരു സൈഡ് കൊണ്ട് ചവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരും. ഒരു സൈഡ് കൊണ്ട് മാത്രം ചവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള ജോ മസിൽസ് കുറച്ചുകൂടെ ഡെവലപ്പ് ആകും. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലെ ഭാഗം ചെറുതായിരിക്കും. ഇതുവഴി ഫേസിന് എസിമെട്രിക്കൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് മുഖത്തിന്റെ ഒരു വശം മാത്രം കുറച്ച് വലുതായിട്ട് കാണിക്കും. സോ ഇത് വരാതിരിക്കാനായിട്ട് രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ ചവയ്ക്കുക. അതായത് ചൂയിങ് കഴിക്കുകയാണെങ്കിൽ മറ്റെന്ത് സ്നാക്സ് കഴിക്കുകയാണെങ്കിലും ഒരേപോലെ തന്നെ രണ്ട് സൈഡിലും ചവയ്ക്കുക. ഇതുവഴി ഫേസിന്റെ സിമെട്രി, ബാലൻസ് ആൻഡ് ഷാർപ്പായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹാബിറ്റ് നമ്പർ 3, നോട്ട് ഗെറ്റിംഗ് ഇനഫ് സൺ. ഗൈസ്, നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുള്ള ഒന്നാണ് സൺലൈറ്റ്. വൈറ്റമിൻ ഡി അതുപോലെ ടെസ്റ്റോസ്ട്രോണും എനർജിക്ക് വേണ്ടിയിട്ട് സൺലൈറ്റ് കൊള്ളേണ്ടതുണ്ട്. സോ ടാൻ ആകുമെന്ന് പേടിച്ചുകൊണ്ട് ഒരുപാട് പേര് വീട്ടിനകത്ത് തന്നെ ഇരിക്കലുണ്ട്. സോ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ബോഡിയിൽ വെയിൽ കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എനർജി ലോ ആയി ബോഡി വീക്ക് ആയിട്ട് എന്നത് കാണാം. ഇത് നമ്മുടെ ഫേസിനെ ബാധിക്കും. സോ ഇതിനർത്ഥം ഫുൾ ടൈം വെയിൽ കൊള്ളണമെന്നല്ല, രാവിലെ ഒരു 10-15 മിനിറ്റെങ്കിലും ഇളം വെയിൽ കൊള്ളുക. ഇതുവഴി സ്കിന്ന് ഗ്ലോയിങ് ആകാനും ടെസ്റ്റോസ്ട്രോൺ കൂടാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് മെയിൻ ആയിട്ട് ഒരുപാട് സൺലൈറ്റ് കൊള്ളുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇടാൻ മറക്കരുത്. ആൻഡ് ബാഡ് ഹാബിറ്റ് നമ്പർ 4, ബാഡ് സ്ലീപ്പ്. ഇപ്പോൾ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ് രാത്രി മൊത്തം ഫോൺ യൂസ് ചെയ്ത് ഉറക്കം കളയുന്നത്. ഗൈസ്, പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിനെയും ബോഡിയെയും അത് ബാധിക്കും. ഡാർക്ക് സർക്കിൾസ്, അതുപോലെ തന്നെ പഫി ഐസ്, അതുപോലെ ഡൾ ഫേസ്, ഇതൊക്കെയാണ് ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫേസിൽ വരുന്ന മാറ്റങ്ങൾ. അതായത് ഗൈസ്, നിങ്ങൾ ഒരു ദിവസം ഉറങ്ങാതിരുന്നിട്ട് കണ്ണാടിയിൽ നോക്കിയാൽ തന്നെ ഫേസ് ഡാമേജ് ആയിട്ടിരിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ 8 മണിക്കൂർ പ്രോപ്പറായിട്ട് ഉറങ്ങുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ എണീക്കുക, ഒരേ സമയത്ത് തന്നെ ഉറങ്ങുക. ആൻഡ് മെയിൻ ആയിട്ട് രാത്രി സ്ക്രീനിൽ നോക്കാതെയും അതുപോലെ വിദേശ യാത്രയൊന്നും പോകാതെ ഇരിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് സ്ക്രീൻ ടൈമിൽ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബോഡിക്ക് ഗുഡ് സ്ലീപ്പ് കിട്ടുന്നത് വഴി ക്ലിയർ സ്കിന്ന്, ഫ്രഷ് ഫേസ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ബാഡ് ഹാബിറ്റ് നമ്പർ 5, ടു മച്ച് കഫീൻ. ഇപ്പോൾ ഒരുപാട് പേര് കോഫി അഡിക്റ്റ് ആണ്. കോഫി മാത്രമല്ല, ചായയിലും. സോ ഇതൊക്കെ ഹെൽത്തി ആണെങ്കിലും ഒരു അളവ് വരെ ഉള്ളൂ. ഡെയിലി 5-6 തവണയൊക്കെ കോഫിയും ചായ കുടിക്കുന്നവരുണ്ട്. സോ ഇത് ശരിക്കും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഒരുപാട് കഫീൻ കൺസ്യൂം ചെയ്യുന്നത് വഴി ബോഡി ഡീഹൈഡ്രേറ്റ് ആവുകയും ഫേസ് മൊത്തം ഡ്രൈ ആയി പോവുകയും ചെയ്യും. ഇത് കാരണം ഫേസിന് ഒരുപാട് പ്രായം തോന്നിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ഉറക്കത്തെയും ഇത് ബാധിക്കും. സോ അതുകൊണ്ട് ഡെയിലി 1-2 കോഫി മാത്രം മാക്സിമം കുടിക്കുക. അതുപോലെ കോഫി കുടിച്ചതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം അതിന്റെ പുറത്തൂടെ കുടിക്കുക. അതുപോലെ തന്നെ വർക്കൗട്ടിന് മുമ്പ് കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹാബിറ്റ് നമ്പർ 6, ഹൈ സ്ട്രെസ്. സ്ട്രെസ് ശരിക്കും ഒരു സൈലന്റ് കില്ലർ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് സ്ട്രെസ് അടിക്കുന്നത് വഴി കോർട്ടിസോൾ ഇൻക്രീസ് ആവും. ഇതുവഴി ഫേസിൽ ഒരുപാട് ഫാറ്റ് കയറാനും അതുപോലെ ബ്ലോട്ടഡ് ആയി കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ ലോ ആവുകയും ഹെയർ ഫാൾ കൂടാനും ചാൻസ് ഉണ്ട്. അതായത് എക്സാം ടൈമിലോ അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ് ആകാറുണ്ട്. ആ സമയത്ത് നമ്മുടെ ബോഡി ഒരുപാട് ടയേർഡായി സ്കിന്നൊക്കെ ഡള്ളായിരിക്കുന്നതായിട്ട് കാണാം. സോ അതുകൊണ്ട് തന്നെ സ്ട്രെസ് മാക്സിമം കുറയ്ക്കുക. ഒന്നെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുക, അതുമല്ലെങ്കിൽ വാക്കിങ്ങിന് പോവുക, അതുപോലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ ഹൈ സ്ട്രെസ് ഫേസിന് ഒരുപാട് ഏജ്ഡായിട്ട് തോന്നിക്കും. ആൻഡ് ഫൈനലി ബാഡ് ഹാബിറ്റ് നമ്പർ 7, ബ്ലെയിമിംഗ് ജെനറ്റിക്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇംപ്രൂവിംഗ്. വേസ്റ്റ് ആയിട്ടുള്ള ഒരു ബാഡ് ഹാബിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ജെനറ്റിക്സിനെ നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുക. കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയിട്ട് നമ്മളെ സ്വന്തമായിട്ട് ബ്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ജെനറ്റിക്സ് കൊള്ളാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയി പോയെന്ന് സ്വന്തമായിട്ട് തന്നെ പറയുക. സോ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. പകരം നമ്മളെ സ്വയം ഇംപ്രൂവ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ഓൺലൈനിൽ ട്രാൻസ്ഫോർമേഷൻ കാണാനായിട്ട് സാധിക്കും. അവരൊക്കെ ജെനറ്റിക്സിനെ കുറ്റം പറയാതെ സ്വയമേ ഇംപ്രൂവ് ആയിട്ടുള്ളവരാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് നിങ്ങളെ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ഒരാളും ഈ ലോകത്ത് അഗ്ലി ആയിട്ടുള്ളവരില്ല. ദൈവം എല്ലാവർക്കും ഓരോന്ന് കൊടുത്തിട്ടുണ്ട്.
നമ്മളിൽ എന്താണോ ഉള്ളത് അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇപ്പൊ പറഞ്ഞ 7 ബാഡ് ഹാബിറ്റ്സുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇതുവഴി നമ്മുടെ ഫേസും ബോഡിയും ഇമ്പ്രൂവ് ആവുന്നതായിട്ട് കാണാം. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. ഞാനൊരു ഹെയർ ഓയിൽ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് 100% നാച്ചുറൽ ആയിട്ടുള്ള ഓനിയൻ ഹെയർ ഓയിൽ. ഇതിൽ ഓനിയൻ കൂടാതെ തന്നെ റോസ്മേരിയും ഹിബിക്സും അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി ഹെയർ ആണ് നിങ്ങളുടെ ഡ്രീം എന്നുണ്ടെങ്കിൽ ഗൈസ് മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഹെയർ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്ത് ഹെയറിന്റെ ഹെൽത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഹെയർ ഓയിൽ ഹെൽപ്പ് ചെയ്യും. എക്സ്പെഷ്യലി ഹെയർ ഫാൾ കുറയ്ക്കാനും അതുപോലെ ഹെയറിന് ഉള്ളു കൂടാനും. സോ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതിന് ക്ലിക്ക് ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ച് DM ചെയ്ത് വാങ്ങാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വീഡിയോസ് ഉള്ളതാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ മോർ വീഡിയോസിനായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.